അപ്പം എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നമ്മുടെ അഷ്റഫ് അബ്ദുൽ അസീസിൻ്റെ മോൻ അഷ്റഫിന് സേവനം ഈ രസീത് നമ്മൾ കൊടുക്കുകയാണ്. മീനും കൊണ്ടുപോകാം, നല്ല അയക്കൂറ കിട്ടി നമുക്ക് വൈദ്യുതകാരനെ കുറിച്ചൊക്കെ ഒരു വിപുലമായ പരിചയപ്പെടുത്തൽ ഇവിടെ ആവശ്യപ്പെടാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് സന്ദർഭമനുസരിച്ച് നമ്മുടെ അധ്യക്ഷൻ അതിനെക്കുറിച്ച് നിങ്ങളോട് വിവരിക്കുന്നതാണ്. നമ്മുടെ MLA വളരെ തിരക്ക് പിടിച്ച പരിപാടികൾക്കിടയിലാണ് നമ്മുടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് തന്നെ മറ്റൊരു പരിപാടിയിൽ എത്രയും പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ അതിരോടും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ TK മുഹമ്മദ് അലി, ഇവിടെ സ്വാഗതം പറഞ്ഞ മുഹമ്മദ് ഹനീഫ മാസ്റ്റർ, ഇവിടെ വേദിയിലിരിക്കുന്ന N പ്രഭാകരൻ, KK അബ്ദുൽ സലാം, ഷുഹൈബു മുഹമ്മദ്, നമ്മൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഫാദർ ദേവസ്യ, സുഹൃത്തുക്കളെ, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന, ഏറ്റവും സാഹസികമായി ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. ആ മത്സ്യത്തൊഴിലാളികൾക്ക് ഇടയിലേക്ക് കാരുണ്യത്തിൻ്റെ വർഷമായി ഈ സംഘടനയുടെ ഒരുപാട് കാരുണ്യ പ്രവർത്തനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വലത് കൈ കൊണ്ട് കൊടുത്താൽ ഇടത് കൈ അറിയാത്ത വിധത്തിൽ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതൊരു പ്രചരണപരമായിട്ടല്ല ഈ പരിപാടി നടത്തുന്നത്. കാരണം ഇത് അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ചെറുപ്പക്കാരെ നമ്മൾ ഒരു ദൗത്യം ഏൽപ്പിക്കുക. അപ്പോൾ ഒരു ചടങ്ങിൽ വെച്ച് കൊടുത്താൽ മാത്രമേ അവർക്ക് തോന്നും ഇത് സമൂഹത്തിൻ്റേതാണ്. നമ്മൾ നാളെ അഷ്റഫിന് തോന്നണം ഇത് നമ്മുടെ സമുദായത്തോട്, നമ്മുടെ നാടിനോട് മറുപടി പറയണം. 9-10 ലക്ഷം രൂപ വിലയുള്ള ഒരു ബോട്ടാണ് കൊടുക്കുന്നത്. സത്യത്തിൽ ഈ ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് അഷ്റഫിനും കൂട്ടുകാർക്കും ഇത് ഒരു വലിയ ജീവിതമാർഗമാകട്ടെ എന്ന് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ പ്രസംഗം നീട്ടാത്തതും ധൃതി കാണിക്കുന്നതിലും നിങ്ങളെല്ലാം ക്ഷമിക്കണം. നിങ്ങൾക്കെല്ലാം താല്പര്യമുള്ള സബ്ജക്റ്റാണ്. ഞങ്ങൾ കുറുവക്ക് സ്കൂളിൽ വലിയ യോഗം വിളിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ JTS തയ്യൽ റോഡ് വലുതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് പീടിയെല്ലാം പൊളിക്കേണ്ടി വരും, കുറച്ച് വീടിൻ്റെ വരാന്തെല്ലാം പൊളിക്കേണ്ടി വരും. പക്ഷേ അവിടുത്തെ കുറുവ ജമാഅത്ത് കമ്മിറ്റി പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയുടെ മതിൽ ഞങ്ങൾ ആദ്യം പൊളിച്ച് കെട്ടിത്തരും, നിങ്ങൾ റോഡ് വീതിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്. രവിയേട്ടനാണ് യോഗം തുടങ്ങി. ഞാൻ പറഞ്ഞു സ്വാഗത പ്രസംഗം നല്ല നീട്ടി പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും പാവപ്പെട്ടവരായി നിലനിൽക്കുക എന്നതല്ല, അതിലുപരി അവനെ സഹായിച്ച് അങ്ങനെ അവനെയും അവന്റെ അടുത്ത തലമുറയും ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി